ചത്തില്ല ഉറപ്പായി. ഷിയ തീവ്രവാദി സംഘമായ ഹിസ്ബുള്ളയുടെ ആത്മീയാചാര്യൻ, ലോകത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യനൊന്നുമല്ല, അയാൾ ചത്തിട്ടില്ല എന്നുറപ്പായി. ഇന്ന് വെള്ളിയാഴ്ച ഏതോ മാളത്തിൽ ഒളിച്ചിരുന്ന അയാൾ പുറത്ത് വന്നിട്ടൊരു പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇറാൻ്റെ അഭിപ്രായത്തിൽ ഇസ്രയേൽ രക്തദാഹി, അമേരിക്ക പേപ്പട്ടി, മുസ്ലിങ്ങളെല്ലാം കൂടെ ഒന്നിക്കണം എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ആ പ്രസംഗം വിശദമായിട്ട് സാറ് നോക്കിയിട്ടുണ്ടല്ലോ. എന്താണ് ഖമനയി എന്ന് പറയുന്ന ഈ ഭീകര മത തലവൻ പറയുന്നത്? അങ്ങേര് പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഇപ്പോൾ നടത്തിയ മിസൈൽ ആക്രമണം അത് ശരിയായിരുന്നു, സ്വയം പ്രതിരോധമായിരുന്നു. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ അൽ അക്സ കൊടുങ്കാറ്റ്, അൽ അക്സ സ്റ്റോം, അതും ശരിയായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ എം സ്വരാജിന് രോമാഞ്ചം വരും. അതെ, ഇനിയും ഞങ്ങൾ ഈ അധിനിവേശ പലസ്തീൻ ആക്രമിക്കും, അതായത് അവിടെയുള്ള ഇസ്രായേൽ പോസ്റ്റുകളുമൊക്കെ ആക്രമിക്കും. പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയും തിരിച്ചടിക്കും. ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനിയും ആക്രമണം തുടരും. ഹിസ്ബുള്ള ചെയ്തതും ശരിയായിരുന്നു. ശത്രുക്കളെ ഒന്നിച്ച് നേരിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് ഹമാസ്, ഹിസ്ബുല്ല, ഞങ്ങളെല്ലാവരും കൂടി ഇനിയും അത് ചെയ്യും. നസറുള്ള മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഈ മേഖലയിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. 5000 പേര് അരയിരുന്ന് മറ്റേ പേജർ പൊട്ടി ആശുപത്രി കിടക്കുക. അതെ, നസറുള്ളയുടെ അടുത്ത പിൻഗാമിയുമൊക്കെ ഷാബുദ്ദീനും ഒക്കെ ഹാഷിം മരിച്ചുപോയി എന്നാണ് സ്ഥിരീകരിച്ചില്ല. പക്ഷേ അവരുടെ ഡിഫാക്റ്റോ പലസ്തീൻ്റെ പ്രൈം മിനിസ്റ്റർ തട്ടിപ്പോയിട്ട് 3 മാസം കഴിഞ്ഞ് ഇന്നലെയാണ് കൺഫർമേഷൻ വന്നത്. DNA ടെസ്റ്റ് അതെ, DNA ഒക്കെ നോക്കിയിട്ട്. കാരണം ഹാഷിം ഉള്ള കെട്ടിടത്തിലാണ് ഇന്നലെ ബോംബ് ചെയ്തിരിക്കുന്നത്. അത് ഉദ്ദേശിച്ച് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇത് 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് നടക്കുന്ന വെള്ളിയാഴ്ച പ്രസംഗമാണ് ഇന്ന് നടന്നത്. 1985 ഇതുപോലെ ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിൽ അന്ന് പ്രസിഡൻ്റായിരുന്ന ഖമനയി പ്രസംഗം നടത്തുമ്പോൾ ഒരു ചാവ് ബോംബർ കൊല്ലാനായിട്ട് വന്നിരുന്നു. വധശ്രമം അന്ന് നടന്നിരുന്നു. അപ്പോൾ 39 വർഷം മുമ്പ്, അത് കഴിഞ്ഞാണ് ഈ 5 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് വന്നത്. അന്ന് ആ ചാവേർ മറ്റേ ആക്രമണത്തിന് വന്ന ബോംബർ അരയിൽ വച്ചിരുന്ന ബോംബ് പൊട്ടി മരിച്ചുപോയി. ഖമനയി രക്ഷപ്പെട്ടു. പക്ഷെ ഖമനയി 3 മിനിറ്റ് നേരം അന്ന് വെള്ളിയാഴ്ച പ്രസംഗം നിർത്തിവെച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പിന്നെ പ്രസംഗം തുടരുകയാണ് ചെയ്തത്. അപ്പോൾ ഭയമുണ്ട്. ഈ വധശ്രമം എപ്പോഴും നടക്കും. അതാണ് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പം നടത്തുന്നത്. 5 കൊല്ലം അല്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പലയിടത്തും ഇദ്ദേഹം ഏതോ ഒരു ബങ്കറിൽ, വൈദ്യുതി പോലും ഇല്ലാത്ത ബങ്കറിലാണ് ഇരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇനി ഇസ്രയേൽ വന്ന് തട്ടിക്കളഞ്ഞോ എന്നൊരു സംശയം കൂടിയുണ്ട്. കാരണം അവിടുന്ന് വരുന്ന വാർത്തകൾ ഇറാനിലും വല്ലാതെ ഇസ്രയേൽ അനുഭാവികളായ ആളുകൾ, ചാരന്മാരും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ആരെയും ഇവരുടെ ഇറാനിയൻ സംഘടനയിൽ തന്നെ അവരുടെ ചാരസംഘടനയുണ്ട്. അതെ, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിൽ പോലും ഇസ്രയേലിൻ്റെ ആളുകളുണ്ടെന്ന് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ പൊക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം പൊതുവിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇല്ല, തട്ടിപ്പോയിട്ടില്ല, ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ വെള്ളിയാഴ്ച വരുന്നത്. അത് മുമ്പ് സദ്ദാം ഹുസൈൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മദർ ഓഫ് ഓൾ വാർസ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരികയായിരുന്നില്ലേ, എല്ലാ യുദ്ധത്തിൻ്റെ മാതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമല്ലോ. അല്ല, എനിക്ക് പ്രധാനപ്പെട്ട 2 സംശയങ്ങൾ. ഒന്ന്, ഇദ്ദേഹം പറയുന്നു, ഇദ്ദേഹം ഒന്നും പറയാൻ ഞാൻ തയ്യാറല്ല, ഭീകരവാദിയൊന്നും ഇദ്ദേഹം ഒന്നും വിളിക്കാൻ പറ്റില്ല. ഇയാൾ പറയുന്നത് പ്രതിരോധിക്കാൻ അവകാശമുണ്ട്. ഒക്ടോബർ 7 അതിർത്തി കടന്ന് ഇസ്രയേലിൽ കിടന്ന് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെ അടക്കം 1500 പേരെ കൊന്നത് പ്രതിരോധം. അവിടുത്തെ മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോയി തടവിലിട്ട് ബന്ദികളാക്കി വെച്ചിരിക്കുന്ന പ്രതിരോധം. ബലാത്സംഗം നടത്തിയത് പ്രതിരോധം. ഇതെന്ത് പ്രതിരോധമാണ്? ഇതാണോ പ്രതിരോധം? അപ്പോൾ ഇസ്രയേലില്ലേ പ്രതിരോധത്തിനുള്ള അവകാശം? അതാണ് ഇസ്രയേൽ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്ക് പ്രതിരോധത്തിനുള്ള അവകാശമാണ് ഞങ്ങൾ വിനിയോഗിച്ചത്. കാരണം ഏപ്രിലിൽ ഇറാൻ ആക്രമിച്ചിരുന്നു. ഇറാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് നിഴൽ യുദ്ധമാണ്. ഹിസ്ബുല്ലയും ഹമാസിനെയും ഒക്കെ വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നേരിട്ട് വന്നു, ഞങ്ങൾ സ്വയം പ്രതിരോധിച്ചു. ഞങ്ങൾ ഈ ഇറാൻ ഇനി ഈ ആക്രമണമൊന്നും നടത്തരുത്, സംയമനം പാലിക്കണമെന്ന് പല രാജ്യത്തിനെയും കൊണ്ട് പറയിച്ചിരുന്നതാണ്. ഇന്ത്യയെ കൊണ്ടും പറയിച്ചിരുന്നതാണ്. അനുസരിച്ചില്ല. അല്ല, ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഇവിടെ വന്നിട്ട് മോദി ഇടപെടണം എന്ന് പറഞ്ഞായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. യുദ്ധത്തിൽ
ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടപെടണം എന്ന് പറഞ്ഞു. ഇറാനെ പിന്തിരിപ്പിക്കാൻ, ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് ഇറാൻ്റെ അംബാസഡർ മോദിയോട് ആവശ്യപ്പെട്ടു, ഒരു കത്ത് കൊടുത്തു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. ഇന്നലെ ഫസ്റ്റ് പോസ്റ്റിന് ഇസ്രയേൽ സ്ഥാനപതി ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. അതിൽ ഇന്ത്യയെ കൊണ്ട് ഇറാനെ ഉപദേശിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്രമിക്കരുത്, സംയമനം പാലിക്കണമെന്ന്. അനുസരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കപ്പൽപ്പട സംയുക്ത അഭ്യാസത്തിനൊക്കെ അവിടെ പോയിട്ടുണ്ടല്ലോ. പലരുടെയും കപ്പൽപ്പടകൾ വരുന്നുണ്ട്. നമ്മളിതിനു വേണ്ടി പോകുന്നതല്ല. അല്ല, നമുക്കൊരു കാര്യമുണ്ട്. നമുക്ക് അവിടെ ഒരു തുറമുഖം ഉണ്ടല്ലോ, നമുക്കുണ്ട്. ചബഹാറുണ്ട്. നമ്മുടെ കപ്പലുകൾ പോയി അവിടെ നങ്കൂരിട്ട് കിടക്കും. അപ്പോൾ ഇസ്രായേലിൻ്റെ മിസൈലുകൾ സ്വാഭാവികമായും ചാബഹാറിനെ ആക്രമിക്കത്തില്ല. നമ്മുടെ തുറമുഖം രക്ഷിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെതന്യാഹുവിനോട് പറഞ്ഞാൽ അതുപോലെ ചെയ്തു. അതെ. അത് ഏതായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് രണ്ടാമത്തെ, ഞാൻ ഒന്നാമത് ഇസ്രായേലിന് പ്രതിരോധിക്കാൻ അവകാശമില്ല എന്ന് ചോദിച്ച പോലെ, ഈ ലോകത്തിലെ ഇസ്ലാം ഉണ്ടായതിന് ശേഷം ഇന്ന് വരെയുള്ള ചരിത്രം എടുത്താൽ ലോക മുസ്ലിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിട്ടില്ല. അത് ഒന്നിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. അത് എങ്ങനെ നടക്കും? അത് നടക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. ഷിയ രാജ്യത്തിനെ പ്രതിരോധിക്കേണ്ട ഒരു ഇതും ചരിത്രപരമായി സുന്നികൾക്കില്ല. സൗദി മുതൽ UAE വരെ കാണിക്കുന്നതല്ലേ? അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവാചകന്റെ തന്നെ പരമ്പരയിൽ നിന്ന് അലി വരുമ്പോഴാണ് അത് ഷിയായിട്ട് മാറുന്നത്. പിന്നെ ആരാണ് അടുത്ത ഖലീഫ എന്നുള്ള തർക്കം ഉണ്ടായിരുന്നു. അലിയെ ആക്കിയില്ല. കാരണം ആദ്യത്തെ 4 ഖലീഫമാരെ ഉന്മൂലനം ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഹിംസയാണ് അതിൻ്റെ ഒരു. അല്ല, ഇത് എല്ലാ മുസ്ലിങ്ങളും ഒന്നിക്കണമെങ്കിൽ ഇവരെന്തിനാണ് പതിറ്റാണ്ടുകളോളം ഇറാഖുമായി യുദ്ധം ചെയ്തത്? അതെ, യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. ഇവരിപ്പോൾ സത്യത്തിൽ ഇന്ന് ഞാൻ വായിച്ചപ്പോഴും ഈ ഹമാസിനെയൊക്കെ അനുകൂലിക്കുക എന്ന് പറഞ്ഞാൽ കുറേ സുന്നികൾ മരിച്ചോട്ടെ, നമുക്ക് അവിടെ ഷിയകളെ കൊണ്ടുപോയി പാർപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ പലസ്തീനിലെ സുന്നികളോട് സ്നേഹം ഉണ്ടായിട്ടാണോ ചെയ്യുന്നത്? അല്ല. കാരണം ആ ഭാഗത്തുമൊക്കെ കൊണ്ടുപോയി ഷിയാകളെ സെറ്റിൽ ചെയ്യിക്കാം, കുറേയും കൂടി വിപുലമായി ലബനനും ഒക്കെ ഷിയായിട്ട് എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. അല്ലാതെ എങ്ങനെയാണ് സുന്നികളോട് ഷിയാകൾക്ക് ചരിത്രപരമായി ശത്രുതയുള്ളവരോ? യമനിൽ നോക്കൂ, യമനിൽ ഹൂതികളെ വലിയ തോതിൽ ഹൂതികളെയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയും കൂട്ടക്കൊല നടത്തിയത് സൗദി അറേബ്യ. അതെ, അത് മുസ്ലിങ്ങളാണ്, സുന്നി മുസ്ലിങ്ങളല്ല എന്നേ ഉള്ളൂ. ഇപ്പം മാത്രമല്ലല്ലോ ഈ സൗദിയിലേക്ക് ആരാംകോയുടെ ഫെസിലിറ്റീസിനൊക്കെ ഹൂത്തികൾ ഇടക്കിടക്ക് മിസൈൽ അയച്ചു കൊടുക്കാറുണ്ട്. അത് സുന്നികളെ അല്ല, മക്കയ്ക്ക് നേരെ അയച്ചില്ലേ? ഇറാനാണല്ലോ ഹൂത്തികളെ പരിശീലിപ്പിച്ച് ഇത് അയപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കയിലും മദീനയ്ക്ക് നേരെ അയച്ചു. അയച്ചു. അവിടെയൊക്കെ വന്ന് ഇടയ്ക്ക് മിസൈലൊക്കെ വീണ് കിടക്കാറുണ്ട്, ഇന്റർസെപ്റ്റ് ചെയ്യാറുണ്ട്. കാരണം അമേരിക്കയുടെ താവളം അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സുന്നി ഷിയ യുദ്ധം എന്ന് പറഞ്ഞത് ഒരിക്കലും അങ്ങനെ സംഭവം ഇല്ല. എന്ന് മാത്രമല്ല, ഈ പ്രശ്നത്തിൽ എങ്ങനെയെങ്കിലും ഇറാൻ നശിച്ചോട്ടെ എന്ന് മാത്രമേ ഈ GCC രാഷ്ട്രങ്ങളൊക്കെ, ഒരു രാജ്യം മാത്രം ഇവരുടെ കൂട്ടത്തിലുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രശസ്തിക്കാൻ കഴിഞ്ഞ ദിവസം ഖത്തറിൽ പോയിട്ട് എമിറിനെ കണ്ടു. അപ്പോൾ അങ്ങേര് ഹമാസ് ചെയ്തതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് ഹിസ്ബുള്ള. പക്ഷെ അതിനകത്തൊരു വലിയ വൈപരീത്യമുണ്ട്. കാരണം ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയാണ്. അമേരിക്കയുടെ മാനസപുത്രനാണ് ഇസ്രായേൽ. അതാണ് ഒരു പ്രശ്നമുണ്ടല്ലോ അതിനകത്ത്. അത് ഈ ഇന്ത്യയിലെ ഇസ്രായേലി സ്ഥാനപതി പറഞ്ഞിട്ടുണ്ട്, ഇരട്ടത്താപ്പാണ് ഖത്തർ കാണിക്കുന്നത്. അവരെ സംരക്ഷിച്ച് നിർത്തുന്ന അവിടെ അമേരിക്കക്കാരാണ്, അമേരിക്കയുടെ താവളമുണ്ട്. എന്നിട്ടാണ് അമേരിക്കയുടെ ഏറ്റവും ഉത്തമ സുഹൃത്തായി ഇസ്രായേലിനെ പറ്റി അമീർ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അൽ ജസീറ വഴി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അൽ ജസീറയൊക്കെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇസ്രായേൽ. കാലൂത്തണ്ട, ഗാസയിൽ നിന്നും ഒക്കെ പുറത്താക്കി, എല്ലായിടത്തു നിന്നും പുറത്താക്കി. ഇനി ഇവിടെ ഒന്നും നിൽക്കേണ്ട, കാലൂത്തരുത്. അല്ല, ഖമനേയി ഇപ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഒന്നിക്കണം, ഒന്നിച്ചാൽ ഈ ശത്രുവിനെ കീഴ്പ്പെടുത്താം എന്തു പറയുന്നു. അതിനകത്ത് ശത്രു എന്ന് പറയുന്ന ഒരാളല്ല, ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും കൂടിയാണ്. രക്തദാഹിയും പേപ്പട്ടിയും രണ്ടുപേരെയും ഉന്മൂലനം ചെയ്യാൻ ലോക മുസ്ലിങ്ങൾ ഒന്നിക്കുമെന്ന് കരുതുന്ന വലിയ മൗഢ്യമല്ലേ? അതെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. അത് ജോർദാനും അവിടെ ആ മേഖലയിലുള്ള ഈജിപ്ത്, സിറിയ, അങ്ങനത്തെ രാജ്യങ്ങൾ മുമ്പ്. ഇപ്പം അങ്ങനത്തെ ഒരു കാലാവസ്ഥയില്ല. എന്താണെന്ന് വെച്ചാൽ തുർക്കി നാറ്റോയുടെ ഭാഗമാണല്ലോ.
അപ്പോൾ തുർക്കി ഇപ്പോൾ ഈജിപ്തും സിറിയയൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈജിപ്തുമായിട്ട് സംസാരിക്കുന്നത്. കാരണം ആ യുദ്ധം കഴിഞ്ഞിട്ടൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ തുർക്കിക്ക് കുറച്ചും കൂടി ഒരു എക്സ്പാൻഷനിസ്റ്റ് മനോഭാവമുണ്ട്. ആയുധങ്ങൾ പല രാജ്യങ്ങൾക്ക് വിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഖലീഫേറ്റ് വീണ്ടും പുനഃസ്ഥാപിച്ച ആകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈജിപ്തും സത്യത്തിൽ തുർക്കിയുടെ, ഞാൻ പറയുന്നത് സിറിയ, ഈജിപ്ത്, ഈ അയൽ രാജ്യങ്ങളൊക്കെ തുർക്കിയുടെ ഒരു പിടിയിലുണ്ട് ഇപ്പോൾ അത്യാവശ്യം. അപ്പം നാറ്റോയുടെ ഭാഗവും കൂടിയാണ്. അത്യാവശ്യം അദ്ദേഹം ഹമാസിനെ അനുകൂലിക്കുന്ന വാചകം അടിക്കുന്നല്ലാതെ അദ്ദേഹം ഇസ്രയേലിനെതിരെ നടപടിയൊന്നും എടുക്കാൻ പോകുന്നില്ല തുർക്കി എന്നുള്ള നിലയ്ക്ക്. ഈജിപ്തോ സിറിയയോ ഒന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ സുന്നി രാജ്യങ്ങൾ ഇറാൻ പറയുന്നത് കേൾക്കാൻ പോകുന്നില്ലല്ലോ പൊതുവെ. അതാണ് എനിക്ക് തോന്നുന്നത്. ഇത് വല്ലാത്തൊരു ഭയം ഖമനയെ ബാധിച്ചു. അതുകൊണ്ടാണ് എല്ലാവരും കൂടെ വാ, നിങ്ങൾ പേടിയുള്ളവർ എൻ്റെ ചുറ്റും വന്നു. ഈ മുസ്ലിം സ്വത്വ പ്രഭാഷണം എന്ന് പറയാം. അല്ല, പണ്ട് പറയില്ലേ തമാശ പറയാം, നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ വന്ന് എൻ്റെ ചുറ്റും നിന്നോ എന്ന് പറയുന്ന പോലെ പറഞ്ഞ പോലെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും വന്ന് നമുക്ക് ഒന്നിക്കാം. അതായത് ഒരു ഷിയ ക്ലെറിക്, ഒരു ഷിയ ആയത്തുള്ള ഒരു മുസ്ലിങ്ങൾ യോജിക്കണം എന്ന് പറഞ്ഞാൽ എന്തായാലും സുന്നികൾ യോജിക്കാൻ പോകുന്നില്ല. കാരണം അവരും ഈ ഷിയകളെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കുന്നില്ല. കാരണം ഈ മാപ്പിളക്കാലത്ത് കൊണ്ടോട്ടി തങ്ങൾ എന്ന് പറഞ്ഞ ആള് ഷിയ. അതെ അതെ അതെ. കൊണ്ടോട്ടി തങ്ങള് ബ്രിട്ടന്റെ കൂടെയാണ് നിന്നത്. പക്ഷെ കൊണ്ടോട്ടി തങ്ങൾ എന്ന് പറഞ്ഞൊരു സംഭവം ഷിയ തങ്ങൾ പിന്നെ അവിടെ ഇല്ലാതായില്ലേ കൊണ്ടോട്ടി ഭാഗത്ത് തന്നെ. അതൊന്നും സുന്നികൾ സമ്മതിക്കുന്ന ഒരു കാര്യമല്ല. അതങ്ങനെ ആ ഒരു ഡിവിഷൻ എന്നുള്ളത് എന്നും നിലനിൽക്കും. അത് ഹിംസയിൽ നിന്നുണ്ടായ ഡിവിഷനുമാണ്. ഉമർ, ഉത്മൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ 4 ഖലീഫമാരെ തട്ടി അലിയുടെ പേരിൽ ഇപ്പോൾ മോസ്ക് വന്നു. അലിയും ഖലീഫ എന്നുള്ള നിലയ്ക്ക് ഇല്ലാതായിപ്പോയി, പ്രവാചകൻ്റെ കൊച്ചുമകൻ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഈ ഹിംസയുടെ പരമ്പരയാണത്. അതിൽ മറ്റേ ശാന്തിയും സമാധാനവും ഒക്കെ പറഞ്ഞിട്ടൊരു ആയത്തുള്ള വന്നാലൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതാണ് ഇതിൽ മുമ്പ് ഇങ്ങേര് വെള്ളിയാഴ്ച പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ സുലൈമാനിയെ കൊന്നില്ലേ അമേരിക്കക്കാരെ, അത് കഴിഞ്ഞപ്പോൾ അങ്ങേര് ഗ്രാൻഡ് മൊസല്ല മോസ്കിൽ ഇന്നിപ്പോൾ ചെയ്തതുപോലെ ഒരു പ്രഭാഷണം അന്ന് നടത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ചില സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമേ ഈ പേടിച്ചിട്ട്, ഒരു തവണ ചാവേറ് വന്നാണല്ലോ 39 കൊല്ലം മുമ്പ്. അപ്പോൾ ഓരോ പ്രഭാഷണത്തിനും ഇറാൻകാരെ തന്നെ വിശ്വസിക്കാൻ വയ്യ. കാരണം അവർക്ക് ഖമനേയി അവിടെ ആവശ്യമില്ല. അവർക്ക് സ്വാതന്ത്ര്യം വേണം. 2022 ഹിജാബിനെ ചൊല്ലി സ്ത്രീകൾ തന്നെ വഴിക്കിറങ്ങിയതാണ്. MEK എന്ന് പറഞ്ഞിട്ടൊരു വിമത സംഘടന ഇറാൻ്റെ തന്നെ പുറത്താക്കപ്പെട്ട ശേഷം അൽബേനിയ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു സ്ത്രീയാണ് അതിനെ നയിക്കുന്നത്, MEK എന്ന് പറഞ്ഞ വിഭാഗത്തിന്. അവരും ഇസ്രയേലി ചാരന്മാരെ സഹായിക്കും. അവർ ഇറാനിൽ അവർക്കും ബന്ധങ്ങളും പരിചയങ്ങളും ഉണ്ടല്ലോ പുറത്ത് നിന്ന്, അൽബേനിയയിൽ നിന്നും അത് ചെയ്യാം. അപ്പോൾ ഖമനേയി പേടിച്ചിരിക്കുകയാണ്. ഖമനയുടെ ശബ്ദം ലോകം അവസാനമായി കേട്ടതായിരിക്കും ഒരുപക്ഷെ ഈ വെള്ളിയാഴ്ച പ്രസംഗത്തിലൂടെ. അത് നമുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹിസ്ബുല്ലയിൽ നസറുള്ളയുടെ പിൻഗാമിയും കൂടി തീർന്നിരിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഈ നിമിഷങ്ങൾ എണ്ണിക്കഴിയുകയാണെന്നെങ്കിലും പറയാം ഖമനയുടെ കാര്യത്തിൽ. കാരണം തിരിച്ചടി എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം അവരുടെ ഓയിൽ റിഗുകളിൽ വേണോ, ന്യൂക്ലിയർ പ്രൊജക്റ്റുകളിൽ വേണോ, ആണവം. അപ്പം ഈ ബൈഡൻ സമ്മതിക്കുന്നില്ല. ഈ ആണവ പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം എന്ന് ബൈഡൻ പറഞ്ഞു. അവർ 180 അയച്ചാൽ നമ്മൾ 180. അപ്പം ഞാൻ 180 അയച്ചാൽ ഇറാൻ തീർന്നു പോകും. അതെ, അല്ല ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, ഈ പ്രൊപ്പോർഷനേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ജപ്പാൻ 2ാം ലോക യുദ്ധകാലത്ത് കീഴടങ്ങിയ ശേഷമാണ് അമേരിക്ക കൊണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിടുന്നത്. പ്രൊപ്പോർഷനേറ്റ് ആയിരുന്നോ? അല്ല, യുദ്ധ വിജയത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞങ്ങൾക്ക് അമേരിക്കയ്ക്ക് വേണമായിരുന്നു. അമേരിക്കയ്ക്ക് വേണമെന്ന് മാത്രമല്ല, ഈ ഉണ്ടാക്കിയെടുത്ത സാധനം പരീക്ഷിക്കണം. അതാണ്. ഏതായാലും ഖമനയുടെ ശബ്ദം ഒരിക്കൽ കൂടി ലോകം കേട്ടു. ഇനി എത്ര കാലം കേൾക്കുമെന്ന് നമുക്കറിയില്ല. എന്തായാലും എത്ര കാലം ഉണ്ടാവുമെന്ന് ഇസ്രയേൽ തീരുമാനിക്കും അല്ലേ? അതെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പട്ടി എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഡ്രാക്കുള, പേപ്പട്ടി എന്നൊക്കെയാണ്, രക്തദാഹി എന്നാണ് വിചാരിച്ചത്. ഇയാൾ പാലും പഴവും മാത്രം കഴിക്കുന്ന ആളാണ്. സമാധാനത്തിൻ്റെ ശാന്തി ദൂതനാണ് ഖമനേയി. അതെ, ഞങ്ങൾ രക്തദാഹിയാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്രയേലിനെ ഇനി ആക്രമിക്കാമല്ലോ. അതെ, നിങ്ങൾ പറഞ്ഞാണല്ലോ. ശരി, ഏതായാലും കാത്തിരിക്കാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.